ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന പുസ്തകം. ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയുടെ വിശദീകരണം. ബാറക്കല്ലാഹു ഫീക്കും. ആ 3 ചോദ്യങ്ങൾ നമുക്കറിയാം. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്ന് ഉത്തരം പറയാൻ കഴിയണം. മാ ദീനുക എന്ന് ചോദിച്ചാൽ നിൻ്റെ ദീൻ ഏതാണ്, മതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയാൻ നമുക്ക് കഴിയണം ഖബറിൽ. മൻ നബിയുക എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വിജ്ഞാനം ഉണ്ടാകണം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ, സഹാബാക്കൾ എങ്ങനെയാണ് അതിനെയൊക്കെ മനസ്സിലാക്കിയത്, അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഏതൊരു മുസ്ലിമിനോടും, ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമിനോട് വരെ ബാറക്കല്ലാഹു ഫീക്കും നമ്മൾ ചോദിക്കുകയാണ് ഈ 3 ചോദ്യങ്ങൾ. ഈ ലോകത്ത് അവൻ ഉത്തരം പറയാൻ കഴിയും, ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ ഖബറിൽ അവന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ അവൻ അതിൻ്റെ യഥാർത്ഥ വിജ്ഞാനങ്ങൾ ഉണ്ടെങ്കിലേ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്കതിൻ്റെ ഉത്തരം അറിയാം, മനപ്പാടാണ്, ഖബറിൽ എളുപ്പത്തിൽ പറയാം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നമ്മൾ അതിൻ്റെ വിജ്ഞാനങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ആരാധനയുടെ ഇനങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധനയിൽ നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെയാണ് ഷിർക്ക് വരിക എന്നതൊക്കെ വിശദമായി നമുക്ക് അറിയണം, അതിൻ്റെ വിജ്ഞാനം ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. എന്നാലേ നാളെ നമുക്ക് ഖബറിൽ ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ, പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ആരാധന ഇനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് എത്തി. വഖൗലുഹു തആല ഖുൽ അഊദു ബിറബ്ബിന്നാസ്. പറയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അഭയം തേടുന്നു മനുഷ്യരുടെ റബ്ബിനോട്. അപ്പോൾ ഈ സൂറത്ത് പറയുന്നത് എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, പറയുക മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാധിപതിയോട്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹിനോട്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരിൽ വസ്വാസ് ഉണ്ടാക്കുന്നതിൻ്റെ തിന്മയിൽ നിന്നും. അഥവാ ശൈത്താനാണ് വസ്വാസ് ഉണ്ടാക്കുക, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തിന്മ ഉണ്ടാക്കുക. എന്നിട്ട് അവൻ പിന്തിരിയുകയും ചെയ്യുന്നു. അഥവാ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവൻ പിന്തിരിയുന്നു. മിനൽ ജിൻ അല്ലദി വസ്വിസു ഫി സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലുമുള്ളവർ. നമുക്കറിയാം സൂറത്തുൻ നാസിലെ 114 അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. അള്ളാഹു കൽപ്പിച്ചു മനുഷ്യരുടെ റബ്ബിനോട് അഭയം തേടാൻ, മനുഷ്യരുടെ രാജാധിപതിയോട് അഭയം തേടാൻ, മനുഷ്യരുടെ ഇലാഹിനോട് അഭയം തേടാൻ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷങ്ങളുമാണ്. ഇതിൽ 3 ഇനം തൗഹീദുകൾ ഉണ്ട്. 3 ഇനം തൗഹീദുകളും ഈ സൂറത്തിലുണ്ട്. തൗഹീദു റുബൂബിയ. തൗഹീദു റുബൂബിയ നമുക്കറിയാം, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക. അപ്പോൾ ഇവിടെ എവിടെയാണ് അത് വരുന്നത്? ഖുൽ അഊദു ബി റബ്ബിന്നാസ്. അപ്പോൾ തൗഹീദ് റുബൂബിയ, റുബൂബിയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം. എന്താ റുബൂബിയത്ത്? അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിൽ ആർക്കും പങ്കില്ല. ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ
പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അപ്പോൾ ഇതാണ് റുബൂബിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. അപ്പോൾ റബ്ബ് ഈ സൂറത്തിൽ വന്നു. പിന്നെ തൗഹീദുൽ അസ്മാഉ സിഫാത്ത് അതും വന്നു. മലിക്കിന്നാസ്, മലിക്ക് അപ്പോൾ രാജാധിപതി. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിലും ആരെയും പങ്കു ചേർക്കരുത്. റഹ്മാൻ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. റഹ്മാൻ അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷമാണ്. അള്ളാഹു കാരുണ്യവാനാണ്. പക്ഷെ മനുഷ്യന് ഒരു മുസ്ലിമിന് ആ പേരിട്ടാലോ റഹ്മാൻ എന്ന് പേരിടാൻ പറ്റുമോ? ഇല്ല. കാരണം ആ ഗുണവിശേഷം മനുഷ്യനില്ല. മനുഷ്യന് പരിമിതികളുണ്ട് കാരുണ്യം കാണിക്കുന്ന വിഷയത്തിൽ. അള്ളാഹുവിനെ പോലെ കാരുണ്യത്തിൽ പൂർണ്ണതയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പേരിടുക? അബ്ദുറഹ്മാൻ, റഹ്മാൻ്റെ അടിമ, അങ്ങനെ ഒരു മുസ്ലിമിന് പേരിടാൻ പാടുള്ളൂ. ഇതാണ് അസ്മാഉ സിഫാത്തിൽ ആ തൗഹീദിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. പിന്നെ ഈ സൂറത്തിൽ തന്നെ തൗഹീദുൽ ഉലൂഹിയമുണ്ട്. ഇലാഹിന്നാസ്, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഉലൂഹിയ എന്താ? ഇലാഹാക്കുക. അപ്പോൾ അത് മുസ്ലിങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഏതൊരു ആരാധനാ കർമ്മവും. അതുകൊണ്ടാണ് ആ മുസ്ലിങ്ങൾ ചെയ്യുന്നതൊക്കെ ഷിർക്ക് എന്ന് പറയുന്നത്. കാരണം അതിൽ പങ്കു ചേർക്കലുണ്ട്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ പാടുള്ളൂ. അതാണ് തൗഹീദുൽ ഉലൂഹിയ. നമ്മുടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, നമ്മളെ പ്രബോധനം, നമ്മളെ ജിഹാദ്, ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ. അതിൽ ആരെയും പങ്കു ചേർക്കരുത്. അപ്പോൾ ഈ 3 തൗഹീദിൻ്റെ ഇനങ്ങളും ഈ സൂറത്തിൽ വന്നു. അപ്പോൾ ഖുർആൻ അവസാനിക്കുന്നത് ഈ 3 തൗഹീദും പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ ഈ 3 തൗഹീദും പറഞ്ഞത് കൊണ്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടുക ഈ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളും ഗുണവിശേഷങ്ങളും കൊണ്ട്. അള്ളാഹുവിനോട് അഭയം തേടുക വസ്വാസിൻ്റെ തിന്മയിൽ നിന്ന്. അത് ശൈത്താനിൽ നിന്നാണ്. വസ്വാസ് അത് ശൈത്താൻ്റെ ഒരു പേരാണ്. കാരണം അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു മനുഷ്യരിൽ, അങ്ങനെ അവനെ വഞ്ചിക്കുന്നു. അവനിൽ ധൃതി ഉണ്ടാക്കുന്നു, ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇതെല്ലാം അവൻ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നു. മനുഷ്യൻ്റെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആരാധനാ കർമ്മങ്ങളിൽ ഈ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കുന്നു. ആരാധനയിൽ അവൻ്റെ നിസ്കാരത്തിലും മറ്റ് ആരാധനാ കർമ്മങ്ങളിലെല്ലാം അവൻ കൂട്ടിക്കുഴക്കുന്നു. അങ്ങനെ അവൻ നിസ്കാരത്തിൽ നിന്ന് തന്നെ ഒഴിവാകുന്ന അവസ്ഥ വരുന്നു. അവൻ വിചാരിക്കുന്നു അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടില്ല എന്ന്. അവൻ നിസ്കരിക്കുന്നു, പക്ഷെ അവൻ വിശ്വസിക്കുന്ന എന്താ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്നു അവൻ നിസ്കാരത്തിലെ ഈ റുക്കിന് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ വാജിബാത്ത് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ അവൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്താണ്? അവന് വസ്വാസ് ഉണ്ടാക്കുകയാണ് ശൈത്താൻ. അതുകൊണ്ട് അവന് ആരാധനയിൽ സംതൃപ്തനാകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇതിനൊരു പരിഹാരം തന്നിരിക്കുന്നു. അള്ളാഹുവിനോട് അഭയം തേടുക ഈ ശൈത്താൻ്റെ വസ്വാസിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന്. അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് പോകുന്നവെന്ന. അവൻ എപ്പോഴാണ് വസ്വാസം ഉണ്ടാക്കുക? നീ അശ്രദ്ധയിലാകുമ്പോൾ. ഒരു മനുഷ്യൻ അശ്രദ്ധയിലാകുമ്പോഴാണ് ശൈത്താൻ വസ്വാസിലാക്കുക. അവൻ അള്ളാഹുവിനെ ഓർക്കുമ്പോഴോ അവൻ പിന്തിരിഞ്ഞു കളയും. ഇതാണ് അൽ ഖന്നാസ്. അവൻ വസ്വാസം ഉണ്ടാക്കുന്നു, നീ അശ്രദ്ധയിലാകുമ്പോൾ പിന്തിരിഞ്ഞു കളയും നിന്നിൽ നിന്ന് നീ അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോൾ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും. ഇതിൻ്റെ അർത്ഥം ഏതുപോലെയാണ്? അള്ളാഹുവിന് ഏറ്റവും നല്ലോണം അറിയാം. അത് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വസ്വാസ് ഉണ്ടാക്കുന്നവർ ജനങ്ങളിൽ, അവർ ജനങ്ങളിലേക്ക് വന്നിട്ട് അവരിൽ സംശയമുണ്ടാക്കുന്നു. ജിന്നിൽ നിന്ന് ശൈത്താനുള്ളതുപോലെ തന്നെ മനുഷ്യരിലും ശൈത്താനുണ്ട്, വസ്വാസം ഉണ്ടാക്കുന്ന ശൈത്താനുണ്ട്.
അതുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടണം ഈ രണ്ട് തിന്മയുടെ സംഘങ്ങളിൽ നിന്നും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തഅവ്വദ മുതവ്വിദുൻ ബിമിസ്ലിഹിമാ, അഭയം തേടുന്നില്ല ഈ രണ്ട് പേരിൽ നിന്നല്ലാതെ. അതിനർത്ഥം അഭയം തേടുന്നില്ല, അതിനർത്ഥം ഈ രണ്ട് സൂറത്തുകൾ. അതുകൊണ്ട് ഒരു മുസ്ലിമിന് അനുയോജ്യമാണ് അവൻ നിസ്കാരത്തിൽ ഇവ പാരായണം ചെയ്യൽ, അത് ആവർത്തിക്കലും അവൻ ഉറങ്ങാൻ പോകുമ്പോഴും അവൻ പാരായണം ചെയ്യൽ. അതിൻ്റെ കൂടെ ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും. എല്ലാ നിസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുർസി ഓതണം, സൂറത്തുൽ ഇഖ്ലാസും, ഈ രണ്ട് സൂറത്തുകളും, അഭയം തേടുന്ന രണ്ട് സൂറത്തുകളും അവനത് ആവർത്തിക്കണം. മഗ്‌രിബിന് ശേഷം 3 പ്രാവശ്യവും ഫജ്റിന് ശേഷം 3 പ്രാവശ്യവും. അതുപോലെ അവൻ ഉറങ്ങാൻ പോകുമ്പോഴും അവൻ പാരായണം ചെയ്യണം. അങ്ങനെ അപ്പോൾ ശൈത്താൻ അവനിൽ നിന്ന് ഓടിപ്പോവുകയും അവൻ്റെ ഉറക്കത്തെ അവൻ ഉപദ്രവിക്കാതിരിക്കുകയും അവന് ചീത്ത സ്വപ്നങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളിൽ അള്ളാഹു കൽപ്പിക്കുന്നത് അഭയം അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. ഇത് തെളിയിക്കുന്നത് അവനല്ലാത്തവരോട് അഭയം തേടൽ, അള്ളാഹു അല്ലാത്തവരോട് അഭയം തേടൽ ജിന്നിൽ നിന്നും മനുഷ്യരിൽ നിന്നോ ഏതെങ്കിലും സൃഷ്ടിയിൽ നിന്നോ അനുവദനീയമല്ല. കാരണം ഇത് ആരാധനയുടെ ഒരു ഇനമാണ്. നമുക്കത് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.